ഓടമല ഷെയ്ഖ് ഫരീദ് ഔലിയ മെമ്മോറിയൽ ദഅവ കോളേജിൽ ജൈവ പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടന്നു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോളേജിനടുത്ത സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. ഓടമല ഷെയ്ഖ് ഫരീദ് ഔലിയ മെമ്മോറിയൽ കോളേജിനടുത്താണ് ഏക്കറോളം പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇല്ലാത്തതായി ഒന്നുമില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. പടവലം, പാവൽ, വെണ്ട, ചിരങ്ങ, കോളിഫ്ലവർ, കാബേജ്, തക്കാളി, വഴുതനങ്ങ തുടങ്ങി നിരവധി പച്ചക്കറികൾ വിളഞ്ഞു നിൽക്കുന്ന കാഴ്ച കൌതുകകരമാണ്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.കെ. സദക്ക, ആലിപ്പറമ്പ് പഞ്ചായത്ത് അംഗങ്ങളായ ഹസീന, റുക്സാന, ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, കോളേജ് മാനേജർ അഷ്റഫ് മൌലവി തുടങ്ങിയവർ ചേർന്നാണ് വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തിയത്. കോളേജിലെ 50ഓളം വിദ്യാർത്ഥികൾ പൂർണ്ണമായും ജൈവകൃഷിയോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഇമാ സ്റ്റുഡന്റ്സ് യൂണിയനാണ് കൃഷി ചെയ്യുന്നത്. തീർത്തും ജൈവ രീതിയിലാണ് പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. കീടനാശിനികൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വളപ്രയോഗങ്ങളും പ്രത്യേകം തയ്യാറാക്കിയ മരുന്നുകളുമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നതെന്നും ഇവർ പറയുന്നു. ജൈവകൃഷിയുടെ പ്രാധാന്യം കേട്ടറിഞ്ഞ വിദ്യാർത്ഥികൾ വളരെ സന്തോഷത്തോടെ തന്നെ ഈ ജൈവകൃഷി ഏറ്റെടുക്കാൻ മുന്നോട്ട് വരികയും അങ്ങനെ ദഅവ കോളേജ് ഉടമലയിലെ വിദ്യാർത്ഥി യൂണിയനായ ഇമാ സ്റ്റുഡൻസ് യൂണിയന്റെ കീഴിൽ ഒരു വിങ് ഉണ്ടാക്കുകയും അവരെ നിരന്തരമായി കൃഷി സംവിധാനത്തിന് വേണ്ടി ജൈവകൃഷി സംവിധാനത്തിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് സമയം ചെലവഴിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള അധ്വാനങ്ങളിൽ മുഴുകുകയും ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ കയ്പ, അതുപോലെ തന്നെ വെണ്ട, ചിരങ്ങ, കോളിഫ്ലവർ, കേബേജ്, തക്കാളി, വഴുതനങ്ങ അങ്ങനെ കുറേ വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. യാതൊരു രീതിയിലുള്ള കീടനാശിനികളും ഇതിൽ ഉപയോഗിക്കുന്നില്ല. പരിപൂർണമായിട്ടും ജൈവകൃഷിയിലൂടെയുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ നിർമ്മിക്കുന്നത്. മണ്ണിന്റെ ഫലപുഷ്ടിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കീടങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വേപ്പിൻ പുണ്ണാക്ക്, അതുപോലെ തന്നെ കടല പുണ്ണാക്ക്, മത്തി കഷായം, അമിനോ ആസിഡ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ പൂർണ്ണമായും ജൈവകൃഷിയിലൂടെ സമൂഹത്തിനൊരു പാഠം കൂടി നൽകാൻ കുട്ടികൾക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. സീനിയർ ക്ലാസ്സുകളിൽ നിന്നുള്ള 50ഓളം കുട്ടികൾ ചേർന്നിട്ട് നിരന്തരമായി അധ്വാനിക്കുന്ന ഈ കൃഷി സംവിധാനത്തിൽ നിന്ന് കിട്ടുന്ന വിളകൾ കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ കോളേജ് ക്യാൻറ്റീനിലെ വിഭവങ്ങൾ, പച്ചക്കറി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കി ജൈവകൃഷിയിലൂടെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ക്യാൻറ്റീനിലൂടെ വെച്ച് വിഷലിപ്തമല്ലാത്തൊരു ഭക്ഷണം കഴിക്കാനും കുട്ടികൾക്ക് കൊടുക്കാനും സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, മത്തിക്കഷായം തുടങ്ങിയവ ഇവയിൽ ചിലതു മാത്രം. വിഷവിമുക്തമായ പച്ചക്കറികൾ, പോഷകസമൃദ്ധമായ ആഹാരമെന്നീ ആശയങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു ജൈവകൃഷി നടത്തുന്നതെന്നും ഇവർ അഭിപ്രായപ്പെട്ടു. കോളേജ് ക്യാന്റീനിൽ പോലും ഈ പച്ചക്കറികൾ ഉപയോഗിച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. CCN ന്യൂസ്, പെരിന്തൽമണ്ണ.